ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷ്ണനാണെങ്കിൽ വളരെയധികം ദേഷ്യം വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്നല്ല, കൺമണിയാണെങ്കിലും അലികയിൽ വന്നിട്ടുണ്ട്, ടെർമിനേഷൻ ലെറ്റർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം എനിക്ക് തിരിച്ചു പോകണം, ഞാൻ ഇനി ഈ കലികയിലേക്ക് വരില്ല എന്നൊക്കെ കൺമണി പറയുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ കാരണം നിങ്ങളാണെന്ന രീതിയിലൊക്കെ കൃഷ്ണനോട് ചൂടായി തന്നെ കൺമണി സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേന് നീ എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത്? എല്ലാത്തിനും കാരണം ഞാനാണെന്ന് വിളിച്ചു കൂവുന്നുണ്ടോ? ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തിട്ടുള്ളത്? ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല. പക്ഷെ നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, മനസ്സിലാവുന്നില്ല ഒന്നും. ഇനി ഒരിക്കലും തന്നെ എനിക്ക് നിൻ്റെ മുഖം കാണണ്ട, എല്ലാം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടു കൂടി കൃഷ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ലെറ്റർ വാങ്ങിയിട്ട് പിച്ച് ചീന്തി കളയുന്നൊക്കെ ഇല്ല കേട്ടോ. നിനക്കിനി എന്താണ് വേണ്ടത്? ഇനി എന്നെ വിശ്വസിക്കാത്ത കാലത്തോളം എനിക്ക് നിന്നെയും സ്നേഹിക്കാൻ സാധിക്കില്ല എന്ന് തുറന്ന് തന്നെ കൃഷ് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം അവസാനിപ്പിച്ച് പോവല്ലേ, ഇനി ഇതും കൂടി ഇതെന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് താലിമാല പൊക്കി കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് സന്തോഷത്തോടു കൂടി ആനസ് അങ്ങോട്ട് വരുന്നത്. ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നിൽക്കുക. പക്ഷെ താലിമാല പൊക്കുന്ന സമയത്ത് തന്നെ എൻ്റെ മാനസയുടെ മുഖം മാറുന്നുണ്ട്. അയ്യോ, ഇതെന്താ സംഭവിച്ചിരിക്കുന്നത്? കൃഷ് കൺമണിയെ താലി കെട്ടിയിട്ടുണ്ടോ? ഇതൊന്നും തനിക്ക് അറിയില്ലല്ലോ. ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കട്ടോ മാനസ ചെയ്യുന്നത്. പിന്നീട് അങ്ങനെ ആ ഒരു പേപ്പറെല്ലാം തന്നെ പിച്ച് ചീന്തി ഇട്ടതിന് ശേഷം തന്നെ താലിമാല പൊട്ടിക്കാൻ കൃഷിന് സാധിക്കുന്നില്ല. കാരണം കൃഷി കൺമണിയെ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് പൊട്ടിച്ചെറിയാനായിട്ട് സാധിക്കുന്നില്ല. അത് അവിടെ തന്നെ വെച്ചിട്ട് അതിന് ശേഷം തന്നെ പേപ്പർ കയറിയതിന് ശേഷം കൃഷി അങ്ങോട്ട് പോകുന്നു. മാനസിക അന്തം വിട്ട് നിൽക്കാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് ഇത്രയാണ് കേട്ടോ കാണിക്കുന്നത്. മറ്റൊന്നല്ല, എത്രയും പെട്ടെന്ന് തന്നെ എല്ലാ വിവരങ്ങളും സാഗറിനെയും സുജാതയെയും അറിയിക്കണം. രാമൻ അവരുടെ മകനാണെന്നുള്ള സത്യം അറിയിക്കണം എന്നൊക്കെ ലാലിയോട് പറഞ്ഞിട്ട് ലാലി പോയിട്ടുണ്ട്, ബോംബാണ് ഇടാനായിട്ട് പോകുന്നതെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കഥയും അതുപോലെ സാഗറിനെയാണ് കൃപയെ കൊണ്ടിട്ട് ജർമ്മനിയിലേക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നീക്കിക്കൊണ്ടിരിക്കുക കേട്ടോ സാഗർ. പക്ഷേ കൃപ സംസാരിച്ച് തുടങ്ങിയ സത്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടും. അതിനുശേഷം തന്നെ വീണ്ടും കാണിക്കുന്നത് ആൻറ്റിമ്മയോടായിട്ട് മാനസ ചെന്ന് പറയുകയാണ് ചെയ്യുന്നത്. ആൻറ്റിമ്മ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, മറ്റൊന്നല്ല, നമ്മുടെ കൺമണിയെ കൃഷി വിവാഹം കഴിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണ് നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേനും പറയുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നല്ല, അത് അവളുടെ കഴുത്തിൽ ആ താലിമാല ഞാൻ കണ്ടു, കൃഷി കെട്ടിയത് തന്നെയാണ്. അവരുടെ കല്യാണം ഇതിന് മുന്നേ കഴിഞ്ഞിട്ടുണ്ട്. എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷേ കൃഷി കൺമണി വിവാഹം കഴിച്ചിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായ ആൻറ്റിമ്മ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നു. ആൻറ്റിമ്മയാണെങ്കിൽ ഇതൊന്നും വിശ്വസിക്കാതെ ഞാൻ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കാർക്കും ഒന്നൊന്നും മനസ്സിലാവാതിരിക്കുക. കാരണം പെട്ടെന്ന് തന്നെ താലിമാലയും കൃഷി അവിടെ വലിച്ചെറിഞ്ഞ് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ കൺമണി റിസൈൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും തന്നെ കൺമണിയെ അവിടുന്ന് പുറത്താക്കാൻ കൃഷി സമ്മതിക്കില്ല. അവർ തമ്മിൽ എങ്ങനെയാണ് ആ ബന്ധം എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന രീതിയിലൊക്കെ ആൻറ്റിമ്മയോട് മാനസ പറയുന്നത്. പ്രമോ വിശേഷം കാണിക്കുന്നത് നല്ലൊരു എപ്പിസോഡായിട്ട് വീണ്ടും